ഭീമൻ ഉടൻ തന്നെ പാഞ്ചാലിയുടെ അറയിലേക്ക് ദർപ്പണവുമായി നടന്നു. പാഞ്ചാലി അറയിലുണ്ടായിരുന്നില്ല. ദർപ്പണം അറയിൽ വെച്ച് പാഞ്ചാലി വരുന്നതും കാത്ത് ഭീമൻ മറഞ്ഞു നിന്നു. കുളി കഴിഞ്ഞു വന്ന പാഞ്ചാലി ദർപ്പണത്തിന്റെ അടുത്തേക്ക് പതുക്കെ നീങ്ങി. വളരെ അത്ഭുതത്തോടെ ഒരു പുഞ്ചിരിയോടുകൂടി പാഞ്ചാലി ആ ദർപ്പണത്തിൽ തൊട്ടു. തന്റെ ഏതു രൂപത്തെയാണ് പാഞ്ചാലി ഇത്രയും പ്രണയാർദ്രമായി സ്പർശിക്കുന്നതെന്ന് അറിയാൻ ഭീമനും പാഞ്ചാലിയുടെ പുറകിലേക്ക് പതുക്കെ ചെന്നു. ദർപ്പണത്തിൽ പാഞ്ചാലിയുടെ പ്രതിബിംബമായി കാണുന്നത് ധനുർധരിയായ അർജുനനെയാണ്. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ഭയവും തളർച്ചയും ഭീമനിൽ വന്നു ചേർന്നു. അവൻ മെല്ലെ തല താഴ്ത്തിക്കൊണ്ട് മനസ്സിലാക്കി, പാഞ്ചാലി അർജുനന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഹിഡുംബിയുടെ കണ്ണിൽ നിന്ന് ഒഴുകാൻ മടിച്ച ആ കണ്ണുനീർ ഭീമന്റെ കണ്ണിൽ നിന്ന് ഒഴുകി. പെട്ടെന്ന് കണ്ണു തുറച്ചുകൊണ്ട് ഭീമൻ പിറുപിറുത്തു.